Switzerland is a true federation even though the constitution formally describes it as a confederation. അപ്പോൾ സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വിസ് ഫെഡറാലിസം എന്ന് പറയുന്നത് ഒരു ട്രൂ ഫെഡറാലിസമാണ്. പക്ഷേ ഭരണഘടന ഈ ഫെഡറാലിസത്തെ കണക്കാക്കുന്നത് ഒരു കോൺഫെഡറേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. ഫെഡറാലിസം ഈസ് ദ ചീഫ് ഇൻസ്ട്രുമെൻറ്റ് ത്രൂ വിച്ച് സ്വിറ്റ്സർലൻഡ് ഹാസ് അറ്റൈൻഡ് നാഷണൽ യൂണിറ്റി ആൻഡ് ആട്ടോണമി ഓഫ് കാൻറ്റൺസ്. ഫെഡറാലിസം എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡിൽ ദേശീയ ഐക്യവും അതുപോലെ തന്നെ കാൻറ്റൺസിൻ്റെ ഓട്ടോണമി. കാൻറ്റൺസ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലെ സ്റ്റേറ്റുകളെ വിളിക്കുന്ന പേരാണ്. Thus, the Swiss constitution embodies accepted attributes of a real federation. Prior to the adoption of the Constitution of 1840, 1848 സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു യഥാർത്ഥ ഫെഡറാലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എവിടെ അഡോപ്റ്റ് ചെയ്തു? സ്വിറ്റ്സർലൻഡിൽ അഡോപ്റ്റ് ചെയ്തു. So there were 22 sovereign cantons loosely organized into a confederation. 22 കാൻറ്റൺസ് ചേർന്നാണ് എന്താ ഈ സ്വിറ്റ്സർലൻഡിലെ കോൺഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. In 1874 Constitution brought 3 cantons into a unity. 1874 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? ഈ കാൻറ്റൺസിനെ എല്ലാം ഒരു ഐക്യത്തിൽ എന്ത് ചെയ്ത് കൊണ്ടെത്തിക്കുകയുണ്ടായി. സ്വിറ്റ്സർലൻഡ് എക്സിബിറ്റ്സ് ആൾമോസ്റ്റ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐഡിയൽ ഫെഡറലിസം. ഏകദേശം എന്താണ് ഒരു യഥാർത്ഥ ഫെഡറാലിസത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും എന്ത് കാണിക്കുന്നു? സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സാണ്. The Swiss constitution specifies the powers of federal government and also a list of powers which are under the concurrent jurisdiction of both the federal and the cantonal governments. അപ്പോൾ സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനുണ്ട് സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു കൂട്ടം ലിസ്റ്റ് ഓഫ് പവേഴ്സ്, എ ഗ്രൂപ്പ് ഓഫ് പവേഴ്സ് വിച്ച് ആർ അണ്ടർ ദ കൺകറൻറ്റ് ജൂറിസ്ഡിക്ഷൻ. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെൻട്രലിനും ഒരേപോലെയാണ്. അപ്പോൾ ഇവിടെ ഫെഡറൽ ഗവൺമെൻറ്റിനും കാൻറ്റണൽ ഗവൺമെൻറ് അഥവാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വേണ്ടിയിട്ട് ഒരു കൺകറൻറ്റ് ലിസ്റ്റും എവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? സ്വിറ്റ്സർലൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റെസിജറി പവർ ആർ വെസ്റ്റഡ് വിത്ത് കാൻറ്റൺ. റെസിജറി പവേഴ്സ് എന്ന് പറയുന്നത് കാൻറ്റണൽ ഗവൺമെൻറ്റ്സിനാണ്. വിത്ത് ദ പാസേജ് ഓഫ് ടൈം ദ ഫെഡറൽ ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ഇറ്റ്സ് അതോറിറ്റി ബട്ട് ദ കാൻറ്റൺസ് ഹാവ് ഓട്ടോണമി. പക്ഷേ സമയകാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ഫെഡറൽ ഗവൺമെൻറ് അവരുടെ അധികാര പരിധി വർദ്ധിപ്പിച്ചു എങ്കിൽ പോലും ഓട്ടോണമി ആർക്കാണ്? കാൻറ്റണൽ ഗവൺമെൻറ്റുകൾക്കാണ്, അല്ലെങ്കിൽ കാൻറ്റൺസിലാണെന്ന് പറയാം. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ഫെഡറൽ സിസ്റ്റമാണ് എങ്കിൽ തന്നെ എന്താണ് കാൻറ്റണൽ ഗവൺമെൻറ്റിന് കാൻറ്റൺസിന് എന്താണ് ഓട്ടോണമസ് പവേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്വിറ്റ്സർലൻഡ് ഈസ് വെരി റിജിഡ്. അപ്പോൾ അവിടുത്തെ ഭരണഘടന എന്താ എഴുതപ്പെട്ടതാണ്, അതുകൊണ്ട് റിജിഡ് ഭരണഘടനയാണ് എവിടെയുള്ളത്? സ്വിറ്റ്സർലൻഡിലുള്ളത്. ദ ഫെഡറൽ ഗവൺമെൻറ് ഓർ കാൻറ്റണൽ ഗവൺമെൻറ്റ്സ് കനോട്ട് അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിലാറ്ററലി. അപ്പോൾ ഐക്യകണ്ഠേനയായിട്ടെന്താ ഈ സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ ഫെഡറൽ ഗവൺമെൻറ്റിനോ കാൻറ്റണൽ ഗവൺമെൻറ്റിനോ കഴിയുകയില്ല. റെഫറൻഡം ആൻഡ് ഇനിഷ്യേറ്റീവ് ആർ ദ കോമൺലി യൂസ്ഡ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ്. സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതിന് കോമണായിട്ട് ഉപയോഗിക്കുന്ന 2 മെത്തേഡാണ് ഏതാ? റെഫറൻഡവും ഇനിഷ്യേറ്റീവും. റെഫറൻഡം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതായത് സ്വിറ്റ്സർലൻഡിൽ ഡയറക്റ്റ് ഡെമോക്രസിയാണ്. ആ ഡയറക്റ്റ് ഡെമോക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സുകളാണ് ഏതൊക്കെ? റെഫറൻഡവും ഇനിഷ്യേറ്റീവും. റെഫറൻഡത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റെഫർ ടു ദ പീപ്പിൾ. അതായത് സ്വിറ്റ്സർലൻഡിൽ ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ ആ നിയമം ഉൾക്കൊള്ളുന്ന ബില്ല് ജനങ്ങളുടെ പരിഗണനയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു.
ഭൂരിപക്ഷ ജനങ്ങളും ആ ബില്ലിന് അനുകൂലമായി അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ ആ ബില്ല് സ്വിസ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് എന്ത് ചെയ്യുള്ളൂ, പാസ്സാക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് എന്താ റെഫറൻഡം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇനിഷ്യേറ്റീവാണ്. അതായത് രാഷ്ട്രത്തിന് ഒരു നിയമം വേണം എന്ന് തോന്നുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ബില്ല് എഴുതി തയ്യാറാക്കി അത് ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ എന്ത് ചെയ്യും, സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ച് പാസ്സാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്താ, ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുവാൻ വേണ്ടി ഈ രണ്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് റെഫറൻഡം, മറ്റൊന്ന് ഇനിഷ്യേറ്റീവ്. സംഭവം ക്ലിയർ ആയല്ലോ. അടുത്തത് ഫെഡറൽ ട്രിബ്യൂണലാണ്. ഇൻ കേസ് ഓഫ് എനി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഷാൽ ബി ഡിസൈഡഡ് ബൈ ദ ഫെഡറൽ ട്രിബ്യൂണൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ ആ തർക്കത്തിന് പരിഹാരം കാണുന്നത് സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവിടുത്തെ ഫെഡറൽ ട്രൈബ്യൂണലാണ്. ഇറ്റ് കനോട്ട് ഡിക്ലെയർ എ ഫെഡറൽ ലോ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, ബട്ട് ഇറ്റ് ക്യാൻ ഡിക്ലെയർ എനി കാൻറ്റണൽ ലോ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഒരു ഫെഡറൽ ലോ, അതായത് സ്വിസ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തെ ഈ ഫെഡറൽ ട്രിബ്യൂണലിന് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ല. എന്നാൽ കാൻറ്റൺസ് കൊണ്ടുവരുന്ന നിയമങ്ങളെ എന്തായി പ്രഖ്യാപിക്കാം, അൺകോൺസ്റ്റിറ്റ്യൂഷണലായി അഥവാ ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, പ്രഖ്യാപിക്കാനായിട്ട് കഴിയും. അടുത്ത ഡ്യുവൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ ദ സ്വിറ്റ്സർലൻഡ് empowers its cantons to follow their own constitution. അപ്പോൾ ഈ സ്വിറ്റ്സർലൻഡിന് എന്താണ്, അവിടുത്തെ ക്യാൻറ്റനുകൾക്ക് പ്രത്യേക ഭരണഘടനയാണ് എന്തിരിക്കുന്നത്, നൽകിയിരിക്കുന്നത്. ഡബിൾ സിറ്റിസൺഷിപ്പ് ഈസ് ആൾസോ കൺഫേർഡ് ഇൻ സ്വിറ്റ്സർലൻഡ്. അവിടെ എന്തുകൊണ്ട്, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എവിടെ ഫോളോ ചെയ്യുന്നു, സ്വിറ്റ്സർലൻഡിൽ ഉണ്ട്. അടുത്ത ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ്. ദ സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജസ് എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ഒരു ദ്വിമണ്ഡല സമ്പ്രദായമാണ് അവിടെ ഉള്ളത്. ദാറ്റ് ഈസ് ദ നാഷണൽ കൗൺസിൽ ആൻഡ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ സ്വിസ് പാർലമെൻറ്റിലെ രണ്ട് സഭകളാണ് ഏതാ, നാഷണൽ കൗൺസിലും മറ്റൊന്ന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ദ നാഷണൽ കൗൺസിൽ ഈസ് പോപ്പുലർലി ഇലക്റ്റഡ് വെയർ ആസ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗീവ് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ടു ഓൾ കാൻഡിഡേറ്റ്സ്. അപ്പോൾ നാഷണൽ കൗൺസിൽ എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന സമിതിയാണ്. എന്നാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യാൻറ്റനുകളുടെ പ്രാതിനിധ്യം, ഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എവിടെ നിന്ന് ലഭിക്കുന്നു, ക്യാൻറ്റൻസിൽ നിന്നും ലഭിക്കും. ഈച്ച് ഫുൾ ക്യാൻറ്റൻ സെൻഡ് 2 representatives and each half candidates can send 1 representative. ഇപ്പോൾ ക്യാൻഡിഡേറ്റ്സ് തന്നെ രണ്ട് തരം ഉണ്ട്, ഫുൾ ക്യാൻഡിഡേറ്റ്സും ഹാഫ് ക്യാൻഡിഡേറ്റ്സ്. ഇപ്പം ഫുൾ ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2 റെപ്രസെൻറ്റേറ്റീവ്സിനെയും, ഹാഫ് ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1 റെപ്രസെൻറ്റേറ്റീവിനെ എന്ത് ചെയ്യാൻ കഴിയും, അയക്കാനായിട്ട് കഴിയും. ദ മെത്തേഡ് ഓഫ് എലക്ഷൻ, tenure and emoluments of the Council of States are decided by candidates themselves. അപ്പോൾ തിരഞ്ഞെടുപ്പ് രീതികൾ, അവരുടെ കാലാവധി എല്ലാം തീരുമാനിക്കുന്ന ആര് തന്നെയാണ്, ക്യാൻഡിഡേറ്റ്സ് തന്നെയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലെ എന്ത് ചെയ്യുന്നത്, ഇലക്ഷനും അതുപോലെ തന്നെ എന്താ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൻ്റെ ഇലക്ഷനും ടെന്യൂറും ഒക്കെ തീരുമാനിക്കുന്ന ആര് തന്നെയാണ്, ക്യാൻഡിഡേറ്റ്സ് തന്നെയാണ്. അതായത് എബോ മെൻഷൻ ഫീച്ചേഴ്സ് പ്ലേസ് സ്വിറ്റ്സർലൻഡ് ഇൻ ലൈൻ വിത്ത് എ ടിപ്പിക്കൽ ഫെഡറേഷൻ ഓഫ് ദ വേൾഡ്. ഈ നമ്മൾ മുകളിൽ പറഞ്ഞ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറൽ ട്രിബ്യൂണൽ, ഡ്യുവൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് സ്വിറ്റ്സർലൻഡിനെ എന്താക്കി മാറ്റുന്ന, യഥാർത്ഥ ഫെഡറേഷനാക്കി മാറ്റും. അത്രയാണ് അതിനകത്തുള്ളത്. അടുത്ത കനേഡിയൻ ഫെഡറലിസമാണ്. സോ കാനഡ ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1857 at the request of 3 separate colonies, Canada, Nova Scotia and New Brunswick. The British Parliament passed the British American Act
which federally united 3 to form one dominion under the name of Canada. ഇപ്പോൾ കാനഡ എന്ന് പറയുന്ന ഈ ഫെഡറൽ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1857 അവിടുത്തെ 3 കോളനികളായിരുന്ന കാനഡ, ന്യൂ കോസ്റ്റിയ ആൻഡ് ന്യൂ ബേൺസ്വിക്, ഈ 3 കോളനികൾ ചേർന്നാണ് എന്തായത് കാനഡയായത്. അതായത് ന്യൂ ബ്രിട്ടീഷ് പാർലമെൻറ്റ്, the British Parliament passed the British American Act. 1867 എന്ത് ചെയ്തു? ബ്രിട്ടീഷ് അമേരിക്കൻ ആക്ട് പാസ്സാക്കിയതിൻ്റെ ഫലമായി എന്താ ഈ 3 കോളനികളെയും കൂടി ചേർത്തുകൊണ്ട് കാനഡ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ത് ചെയ്തു ഉണ്ടായി. The act divided the dominions into 4 provinces. ഈ ആക്ട് അനുസരിച്ച് എന്ത് ചെയ്തു? ഇവിടുത്തെ ഡൊമിനിയനുകളെ 4 പ്രോവിൻസുകളായി ഡിവൈഡ് ചെയ്തു. The province of Canada became the province of Ontario and Quebec. കാനഡ എന്ന് പറയുന്ന പ്രൊവിൻസാണ് എന്താ രണ്ടായിട്ട് മാറുന്നത്. ഒന്നിൻ്റെ പേര് ഓൺടാറിയോ എന്നാണ്, മറ്റൊന്ന് ക്യൂബക് ആണ്. വൈൽ നോവ സ്കോട്ടിയ ആൻഡ് ബേൺസിക് retained their former limits in 1870, and the Parliament of Canada created Manitoba. The British Columbia entered into the Union in 1871 and Prince Island in 1873. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഡൊമിനിയൻസ് ചേർന്നാണ് എന്താ ഈ ഡൊമിനിയൻസിനെ 4 പ്രോവിൻസായി ഡിവൈഡ് ചെയ്തു. ഒരു ആദ്യത്തെ പ്രോവിൻസ് എന്ന് പറയുന്നത് കാനഡ എന്ന് പറയുന്ന പ്രൊവിൻസ് രണ്ടായിട്ട് മാറി ഒണ്ടോറിയയും ക്യൂബക്കും. എന്നാൽ നൊബാസ്കോട്ടിയയും ബേൺസിക്കും എന്ത് ചെയ്തു? അവരുടെ പഴയ ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തു? മടങ്ങിപ്പോവുകയും അത് 1870 പാർലമെൻറ്റ് ഓഫ് കാനഡ എന്ത് ചെയ്തു? പുതിയ ഒരു ഡൊമിനിയൻ ഉണ്ടാക്കുന്നു. അതിൻ്റെ പേര് മാനിറ്റോവ എന്നാണ്. അതിനുശേഷം 1871 1873 2 ഡൊമിനിയൻസ്, ഒന്ന് ബ്രിട്ടീഷ് കൊളംബിയയും മറ്റൊന്ന് പ്രിൻസ് ഐലൻഡും എന്ത് ചെയ്തു? ഇതിനകത്ത് തിരിച്ചു കൂടുകയും ചെയ്തു. In 1905 the Parliament of Canada created Saskatchewan and Alberta, and 1949 Newfoundland joined. അതിനുശേഷം 1905 കനേഡിയൻ പാർലമെൻറ്റ് 2 ഡൊമിനിയൻസും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പേര് സസ്കാച്ചുവാൻ എന്നൊന്ന്, രണ്ടാമത്തേൻ്റെ പേര് ആൽബർട്ടയാണ്, ആൽബർട്ട. അതിനുശേഷം 1949 എന്ത് ചെയ്തു? ന്യൂ ഫൗണ്ട്ലാൻഡ് ഇതിനോട് എന്ത് ചെയ്തു? ഈ കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ കൂടെ എന്ത് ചെയ്തു? ജോയിൻ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഹിസ്റ്ററിയാണത്. ഇനി ദ ബ്രിട്ടീഷ് അമേരിക്കൻ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഫങ്ഷൻ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാനഡ. ഈ ബ്രിട്ടീഷ് അമേരിക്കൻ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ബ്രിട്ടീഷ് അമേരിക്കൻ ആക്ട് ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ഇൻ ദ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിഫറെൻറ്റ് ഫ്രം USA. ഇപ്പോൾ ഇവിടുത്തെ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അധികാര വിഭജനം എന്ന് പറയുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. The provinces in Canada were assigned exclusive jurisdiction on subject enumerated in the section 92 of the Act. അപ്പോൾ ഈ ബ്രിട്ടീഷ് അമേരിക്കൻ ആക്ടിൻ്റെ 92-ാം സെക്ഷൻ അനുസരിച്ച് കനേഡിയയിലെ പ്രവിശ്യകൾക്കാണ് എന്താ കൂടുതൽ അധികാരം. ആൻഡ് ദ ഡൊമിനിയൻ ഹാഡ് എ ജൂറിസ്ഡിക്ഷൻസ് ഓവർ ദ റെസ്റ്റ്. ബാക്കിയുള്ള പവേഴ്സ് ചിലൊക്കെ ഇത് തുറക്കുമെന്ന് അറിയാൻ പറഞ്ഞത് ഈ സെക്ഷൻ ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആക്ടിൻ്റെ 92 സെക്ഷൻ അനുസരിച്ച് എന്താണ് കാനഡയിൽ എന്താണ് എക്സ്ക്ലൂസീവായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആൻഡ് ദ ഡൊമിനിയൻ ഹാഡ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ റെസ്റ്റ്. ബാക്കി അധികാരങ്ങൾ ആർക്ക്? ഈ ഡൊമിനിയൻസിന് നൽകിയിട്ടുണ്ട്. ദെൻ സെക്ഷൻ 91 ഓഫ് ദി ആക്ട് എന്യൂമറേറ്റഡ് 29 സബ്ജക്ട്സ് വിച്ച് വെയർ അസൈൻഡ് ടു ദ ഡൊമിനിയൻ. അപ്പോൾ ഈ ആക്ടിൻ്റെ 91-ാം സെക്ഷൻ അനുസരിച്ച് എന്താണ്
29 സബ്ജക്റ്റുകൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാർക്കാണ്? ഈ ഡൊമിനിയൻസിന് നൽകിയിരിക്കുന്നത്. ദ provinces have 16 subject of local nature. ഇനി അവിടുത്തെ പ്രവിശ്യകൾക്ക് 16 സബ്ജക്റ്റുകളും. The residuary power were left to the central government. Residuary power ആർക്ക്? കേന്ദ്ര ഗവൺമെൻറ്റിനുമാണ്. The federal government has given the power to disallow any laws passed by the provincial legislature within a year of its enactment. ഈ ഫെഡറൽ ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ they have the power to disapprove any law which is passed by the provincial legislature. Provincial has given the power to disallow any law passed by the provincial legislature within a year of its enactment. അതായത് ഫെഡറൽ ഗവൺമെൻറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പാസ്സാക്കുന്ന ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ഏതൊരു നിയമത്തെ എന്ത് ചെയ്യാണ്? ഡിസപ്രൂവ് ചെയ്യുവാനുള്ള അധികാരം ആർക്കുണ്ട്? ഫെഡറൽ ഗവൺമെൻറ്റിന് ഉണ്ട്. ഇനി ദ ഫെഡറൽ ഗവൺമെൻറ് ഹാസ് ദ പവർ ടു അപ്പോയിൻറ്റ് ആൻഡ് റിമൂവ് ലെഫ്റ്റനൻറ്റ് ഗവർണർ ഇൻ ഈച്ച് പ്രൊവിൻസസ്. ഓരോ പ്രവിശ്യകളിലേക്ക് എന്താ ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സിനെ, അതായത് അവിടുത്തെ ഇൻചാർജേഴ്സിനെ എന്ത് ചെയ്യാൻ? അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. It can instruct the lieutenant governor to withhold his assent to a bill or preserve them for the consideration of the governor. അതായത് ഈ ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സിനെ എന്ത് ചെയ്യാം? ഇവർ കൊണ്ടുവരുന്ന നിയമങ്ങളെ എന്ത് ചെയ്യുവാൻ? ഗവർണറുടെ കൺസിഡറേഷന് അയക്കുവാനുള്ള അധികാരവും ആർക്കാണ്? ഫെഡറൽ ഗവൺമെൻറ്റിന് ആണ്. ഇനി all important appointment in the provinces were vested with the federal government. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ഫെഡറൽ ഗവൺമെൻറ്റാണ്. The members of the Senate were nominated by the federal government. അവിടുത്തെ സെനറ്റിലേക്കുള്ള മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നതും ആരാ? ഫെഡറൽ ഗവൺമെൻറ്റാണ്. The members of the Senate were nominated by repetition ായിരുന്നു. അപ്പം അതിൽ നിന്നാണ് എന്താ ഇത്രയും കാൻഡിഡേറ്റ്സ് ഇവിടെ ഉണ്ടാകുന്നത്, ഡോമിനൻ്റ് വരുന്നത്. അതായത് ഇപ്പോഴും അവരെയും പറയുന്ന ഫെഡറൽ ഗവൺമെൻറ് ഫെഡറൽ ഗവൺമെൻറ്റാണ്. ഇത് ബ്രിട്ടീഷ് ഭരണയുണ്ട് എങ്കിൽ പോലെ ഇപ്പോഴും പിന്നെ കാനഡയിലെ ഓസ്ട്രേലിയയിലുള്ള അവിടുത്തെ നോമിനേറ്റഡ് എക്സിക്യൂട്ടീവിനെ ഹെറിഡിറ്ററി ആയിട്ടുള്ള എക്സിക്യൂട്ടീവിനെ തീരുമാനിക്കുന്നത് ഇപ്പോഴും കാനഡയാണ്, ഓസ്ട്രേലിയയിൽ. അപ്പോൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കാനഡ എന്ന് പറയുന്നത് ശരിക്കും എന്താ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കൺട്രോളിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് പറഞ്ഞത്? ബ്രിട്ടീഷ് അമേരിക്കൻ ആക്ട് പാസ്സാക്കിയത്. അപ്പോൾ അതിനുശേഷം അവിടെ എന്താ ഫെഡറൽ ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സെനറ്റിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഫെഡറൽ ഗവൺമെൻറ് സെനറ്റിലെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? ഫെഡറൽ ഗവൺമെൻറ്റാണ്. അത് ഈക്വാളിറ്റി ഓഫ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ അപ്പർ ചേംബർ ഈസ് നോട്ട് ആക്സെപ്റ്റഡ് ഇൻ ദ കാനഡ. അവിടെ നമ്മൾ രണ്ടിടത്തും പറഞ്ഞത് എന്താണ്? സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ വരുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞത്? ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആണെന്നുള്ളത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഇൻ കനേഡിയൻ ഫെഡറലിസം ദീസ് പ്രോവിൻസസ് or the state are inferior bodies. ഇവിടെ എങ്ങനെയാണ്? ഇൻഫീരിയർ ബോഡീസ് ആണ് എന്ന് പറയുന്നത് ഈ പ്രോവിൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്. ഇപ്പോൾ അവിടെ അപ്പർ പൊസിഷൻ ആർക്ക് വരുന്നു? ഫെഡറൽ ഗവൺമെൻറ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് വരുന്നു. ഇനി ഇൻ ദ വേർഡ്സ് ഓഫ് ഡാവ്സൺ, പ്രോവിൻസസ് ആർ സബോർഡിനേറ്റ് മൈനർ ആൻഡ് ഇൻഫീരിയർ ബോഡീസ്. പ്രോവിൻസസ് എന്ന് പറയുന്നത് എന്താണ്? സബോർഡിനേറ്റ് ആണ്, മൈനർ ആണ്, ഇൻഫീരിയർ ആയിട്ടുള്ള ബോഡീസാണ്. Thus, it must be admitted that they defeated the purpose of a federal quality. അപ്പോൾ ഇതെന്താണ്? ഒരു ഫെഡറൽ ക്വാളിറ്റി പർപ്പസ് ഇവിടെ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. കാരണം പ്രോവിൻസസിന് പ്രയോറിറ്റി ഇല്ല ഇവിടെ, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്ക് പ്രയോറിറ്റി ഇല്ല കാനഡ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ അവിടെ ഫെഡറൽ ഗവൺമെൻറ്റാണ് പ്രയോറിറ്റി. അതുകൊണ്ട് ഒരു ഫെഡറൽ ക്വാളിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, കാനഡയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നു. ഇനി ദ കനേഡിയൻ സുപ്രീം കോർട്ട് ഹാഡ് ഫോളോഡ് ദ ബ്രിട്ടീഷ് നോർത്ത് അമേരിക്കൻ ആക്ട് ആസ് എ സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ ഈ കാനഡിയൻ സുപ്രീം കോടതി ഫോളോ ചെയ്യുന്ന എന്താ? ബ്രിട്ടീഷ് നോർത്ത് അമേരിക്കൻ ആക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ട് അനുസരിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഹാസ് ദ അതോറിറ്റി ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫെഡറൽ ആൻഡ് പ്രൊവിൻഷ്യൽ കവനൻസ്. അതായത് ഫെഡറലും പ്രൊവിൻഷ്യൽ
കമ്മ്യൂണിസ്റ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ സുപ്രീം കോടതി പരിഹാരം കാണുന്നു. ആൻ അനാലിസിസ് ഓഫ് കനേഡിയൻ ഫെഡറലിസം several an analysis of Canadian federalism shows that the federal government is very powerful. അപ്പം കനേഡിയൻ ഫെഡറലിസം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഫെഡറൽ ഗവൺമെൻറ് ആണ് പവർഫുൾ. ആൻഡ് ദ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഹാവ് നോ ഓവർവെൽമിംഗ് പവർ. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകൾക്ക് എന്തില്ല, അമിതമായിട്ടുള്ള അധികാരമില്ല. അതുകൊണ്ട് നമുക്കിവിടെ പറയാൻ കഴിയുന്നതാണ്, കനേഡിയൻ ഫെഡറലിസം കാണിക്കുന്നത് എന്താ, ഒരു ഡോമിനേഷൻ എന്നതിൻ്റെ ഒരു യൂണിറ്റേറിയൻ ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഡോമിനേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും, കനേഡിയൻ ഫെഡറലിസത്തിൽ കാണാനായിട്ട് കഴിയും. സംഭവം മനസ്സിലായി. അതായത് നമ്മുടെ ഇന്ത്യയെ പോലെ തന്നെ ആണെന്താ, സെൻട്രൽ ഗവൺമെൻറ്റാണ് കൂടുതൽ പവേഴ്സ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് കനേഡിയൻ മോഡൽ ഓഫ് ഫെഡറലിസമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. ഫെഡറൽ സിസ്റ്റം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്ത് എവിടെ നിന്നാണ്, കാനഡയിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന എന്താണ്, ഡോമിനേഷൻ ആർക്ക് വരുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിന് വരുന്നു. അപ്പോൾ അത്രയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ